കുരിശെടുത്ത് കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സുഖാടനം ചെയ്ത വഴിയും സത്യവും ജീവനും പുനരുത്ഥാനവുമായ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഇതിനെ ആരാധിപ്പാനും വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും തന്ന ഈ ഭാഗ്യകരമായ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നാൾതോറും ഞങ്ങൾ കുരിശ് വഹിക്കണമെന്നും ഞങ്ങളുടെ പ്രാണനെ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രാണനെ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ മാറിലാക്കാൻ കഴിയുമെന്നും ഞങ്ങളുടെ പ്രാണൻ മുഴുവനും വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ ശരീരമായി തീരുമെന്നും തലയോട് ചേരുന്ന ഉടലായി തീരുമെന്നൊക്കെയുള്ള വലിയ പ്രത്യാശ ഞങ്ങൾ തന്നിരിക്കുന്ന നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ച തിരുവചനങ്ങളുടെ നീ ഞങ്ങളെ ഓർപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരനുണ്ടായ അനുഭവങ്ങൾ, സുവിശേഷകനുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുടേതുമായി തീരുവാൻ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവരെ ഓർക്കുന്നു. രോഗികളായി ക്ഷീണിതരായി അപകടത്തിൽപ്പെട്ട് പലയിടങ്ങളിലായി കുടുങ്ങിയവരെ ഓർക്കുന്നു. അവർക്ക് ആത്മാവിൽ അനുഗ്രഹം അയച്ചു കൊടുക്കുവാൻ അവരെ സഹായിക്കണമേ, സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം ഇതിനു മുമ്പാകെ വയ്ക്കുന്നു. ഞങ്ങൾ എന്ത് സങ്കടവുമായി എന്താവശ്യവുമായി വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നു. തിരുവചനം അതിനെല്ലാം മറുപടി നൽകുന്ന വിധവോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേട്ട് ആ ഉപദേശപ്രകാരം ഞങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ശോഭനമായ ഭാവിയിലെത്തിച്ചേർന്ന് മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ച് ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷം ആസ്വദിച്ച് മനുഷ്യർക്കുള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഒരു ഭാഗത്ത് കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകുന്ന കുരിശുകൾ, വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ, വലിയ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒത്തിരി ആശംസകളും ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി അനുഗ്രഹങ്ങളുമായി ഭാര്യാഭർത്തക്കന്മാരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് വേദനയും സങ്കടവും ദുഃഖവുമായി കഴിയുന്ന അനേകരുണ്ട്. പിരിഞ്ഞു പോകുന്നവരുണ്ട്. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം വികലമായി പോയിട്ട് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറെ വല്ലവരുടെയും കൂടെ പോകേണ്ടി വരുന്ന ഗതികേട്, അത് സാമൂഹ്യ ദ്രോഹമായി സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽപ്പെട്ട് അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം പേരുദോഷം വരുത്തുന്ന അനുഭവങ്ങൾ വരുന്ന ഒരു രംഗമാണ് കുടുംബജീവിതം. നിങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ ഭയത്തോടെ സ്വയപരിശോധനയ്ക്കായി ഈ വേദഭാഗം വായിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അത് കർത്താവിന് വേദന വരുത്തി അത് പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 11ഉം 12ഉം വാക്യത്തിൽ കുടുംബജീവിതത്തിൽ ഭാര്യ മുഖാന്തരം ഭർത്താവ് മുഖാന്തരം പാപം വരുന്ന വഴികൾ, അത് പുണ്യമായി തീരുവാനുള്ള ദൈവഹിത എതപ്രകാരമുള്ള ജീവിതം, ഇവയൊക്കെ ഞങ്ങൾ ഇതാ വചനത്തിലൂടെ പഠിക്കുന്നു. അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും കുടുംബം അവരുടെ വീഴ്ചകളിൽ നിന്നും താഴ്ചകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവരുടെ കുടുംബജീവിതത്തിലൂടെ അവർ ഇന്നും ജീവിക്കുന്നവരായി ഞങ്ങൾ അറിയപ്പെടുന്നത് പോലെ ഞങ്ങളുടെ കുടുംബം ദൈവമുള്ള കുടുംബമായി അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും കുടുംബം പോലെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പോ പ്രവേശിച്ചതിന് ശേഷമോ ഞങ്ങൾ വചനപ്രകാരം അല്ലാതെ ഉള്ള വാക്ക്, പ്രവർത്തി, ചിന്ത, നോട്ടങ്ങൾ മുതലായവയിൽ വന്നുപോയ കുറവുകൾ ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ കുടുംബം ദൈവമുള്ള കുടുംബമായി, ഇസാഖിന്റെ ദൈവം വലിയ ദൈവമാണ് ശത്രുക്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നല്ല സാക്ഷ്യം ലഭിക്കാൻ ക്രൂശിന്റെ പാതയിൽ പോകുവാൻ, അത് ഉയർപ്പിന്റെ അനുഭവമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷത്തിലെ കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം നമ്മൾ ഇപ്പോൾ കേട്ടു. നമ്മൾ ആർക്കെങ്കിലും കുരിശായോ, ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ കുരിശായിട്ട്, ഭാര്യാഭർത്താക്കന്മാർ അയൽവക്കക്കാർക്ക് കുരിശായിട്ട് അനേകർ ദുഃഖിക്കുന്നുണ്ടോ, ദൈവനാമം ദുഃഖിക്കുന്നുണ്ടോ, അതിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ദൈവം സമ്മാനിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങൾ, അവരുടെ കുസൃതികൾ, അവരുടെ അപക്വതകൾ, അവരുടെ അപാകതകൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ ശാപങ്ങൾ മുതലായവ നമുക്ക് വരുത്തുന്ന കുരിശുകൾ, ശപിക്കപ്പെട്ട പിള്ളേർ കൊടുക്കുന്ന, മാതാപിതാക്കൾ കൊടുക്കുന്ന കുരിശ്, ബുദ്ധിവാന്യമുള്ള, കുസൃതിയുള്ള, ദുസ്വഭാവമുള്ള, ശാപമുള്ള, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വരുന്നത്
കുടുംബത്തിന് എത്ര വേദനയുള്ള കാര്യമാണ്. അങ്ങനെ കുടുംബത്തിൽ ശല്യം ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കാര്യം നമ്മളിതാ ഇന്നത്തെ വേദഭാഗത്തിൽ വായിക്കണം. അപ്പോൾ ഒത്തിരി കുടുംബങ്ങളിൽ ഉണ്ടായ അസ്വസ്ഥതകൾ രക്ഷകനായ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ യേശുവിൻ്റെ അടുത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് മാറോടണച്ച് അവരുടെ ശാപം മാറ്റി കുശ്രുതി മാറ്റി അനുഗ്രഹിക്കപ്പെട്ട പിള്ളേരാക്കി അവരെ തിരികെ കൊടുത്തതായ രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കും ഈ യേശുവിൻ്റെ മാറിൽ അണയുവാനുള്ള അവസരമുണ്ടെന്നും പൂർവ്വശാപം കൊണ്ടും കഴിഞ്ഞകാല ശാപ ദോഷങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് ശല്യമായി തീർന്നിട്ടുള്ള നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ, ആത്മഫലങ്ങൾ വിളയിക്കുന്നവരാകണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ മാറിൽ അണയണം എന്നുള്ള സത്യമാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞു. അവരുടെ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കർത്താവിനും ശിഷ്യന്മാർക്കും കുടുംബത്തിലെ പിള്ളേരുള്ള മാതാപിതാക്കൾക്കുണ്ടായ ഒരു കുരിശ്. വീട്ടിലവരെ പോറ്റുവാൻ നിവൃത്തിയില്ലാതെ കുശ്രുതി സഹിക്കാൻ പാടില്ല. അവരുടെ അംഗവൈകല്യമോ ബുദ്ധിമാന്യമോ അവരുടെ വികൃതികളോ എല്ലാം കുടുംബത്തിൽ അസ്വസ്ഥത വരുത്തിയപ്പോൾ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോയ രംഗം ഇവിടെ കാണുന്നു. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ആരെല്ലാം കുരിശുണ്ടാക്കിയെങ്കിലും അവരെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണമെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. നമ്മൾ കൈകാര്യം ചെയ്യാതെ നമുക്ക് കുരിശുണ്ടാക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നാൽ അനുഗ്രഹം വരാനുള്ള വഴിയാക്കി തരും എന്നാണ് ഇന്ന് വായിച്ചത്. അപ്പോൾ കർത്താവ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം എന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് യേശു അവരെ മാറോടണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ആയിരക്കണക്കിന് പിള്ളേരെ കൊണ്ടുവന്ന് കാണും. അനേക കുടുംബങ്ങളിൽ നിന്ന് അനേക പിള്ളേരെ കൊണ്ടുവന്നു. ആ പിള്ളേരെ എല്ലാം കർത്താവ് മാറോട് അണച്ചു. അവിടെ എല്ലാം തലയെ കൈവച്ചു. എത്ര സമയം എടുത്തു കാണും? ഒത്തിരി പിള്ളേരെ മാറോട് അണച്ച് കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നത് തന്നെ ഒരു കുരിശാ. അവരെ കൊണ്ടുവരുന്നതിൽ ശിഷ്യന്മാർക്ക് അരിശം വന്നു. പിള്ളേരുടെ ശല്യം കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. അവരെ ഓടിക്കാൻ തുടങ്ങും, ശാസിക്കാൻ തുടങ്ങും. അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പിള്ളേരെ കൊണ്ടുവന്നപ്പോൾ അത് ശിഷ്യന്മാർക്ക് അരോചകമായി തോന്നി. അവരെ തടഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അത് കർത്താവിനെ വിഷമിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാനും വാങ്ങിക്കാനും ശാപം മാറ്റാനും വചനം കൊടുക്കുവാനും ഒക്കെയുള്ള ബന്ധപ്പാടിനിടയിൽ പലരെ ശാസിക്കേണ്ടി വരിക, പലരെ വിലക്കേണ്ടി വരിക, അത് വേറെ പ്രശ്നമായി തീരുക. ഇതൊക്കെയും നമുക്ക് നാൾതോറുള്ള കുരിശിന്റെ ഭാഗമാണ്. ഈ വരുന്നവരെല്ലാം കർത്താവിന് തുടരണമെങ്കിൽ അവരെല്ലാം കർത്താവിന്റെ അടുത്ത് കൊണ്ടുവരാനുള്ള ബന്ധപ്പാടിൽ അവർക്കുള്ള ബന്ധപ്പാട്. ശിഷ്യന്മാർ അവരെ ശാസിക്കേണ്ടി വന്നു. യേശു അവരെ കണ്ടവരെ മുഷിയേണ്ടി വന്നു. എന്നിട്ട് ആ സാഹചര്യത്തിൽ കർത്താവ് ബൈബിൾ ക്ലാസ് നടത്തുകയാണ്. ആ സാഹചര്യത്തിലാണ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നവർക്കാണ് ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ആസ്വദിക്കാൻ ഒക്കുന്നുള്ള പാഠം പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ കർത്താവ് അത് വചനം പഠിപ്പിക്കാനുള്ള ടീച്ചിങ് എയ്ഡായിട്ട് പഠിപ്പിക്കാനുള്ള സാധന പാഠങ്ങളായിട്ട് തന്നെ മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചാലും വികാരപ്പെടാതെ ദേഷ്യപ്പെടാതെ സ്തോത്രത്തോടെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പഠിപ്പിക്കും. കർത്താവ് നാൾതോറും പഠിപ്പിച്ചതായ പാഠങ്ങൾ നമുക്കുണ്ടായ സംഭവങ്ങൾ തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ പിള്ളേരെ കൊണ്ടുവന്ന ആ സാഹചര്യത്തിലെ ശാസിക്കേണ്ട വന്ന സാഹചര്യത്തിൽ ശിശുക്കളെ കർത്താവ് അവരെ അനുഗ്രഹിച്ച സാഹചര്യത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ നാളും നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കണം. എല്ലാ നാളും ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം നമ്മൾ ആസ്വദിക്കണം. അത് നമ്മൾ യേശുവിൻ്റെ അടുത്ത് ചെല്ലണം എന്നുള്ള കാര്യത്തെ ഓർപ്പിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാ നാളും യേശുവിൻ്റെ അടുത്ത് ചെന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ? തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയാലേ ഇത് സാധിക്കൂ എന്നും കർത്താവ് പറയുന്നു. അപ്പൊ ഈ പാഠം പഠിക്കുവാൻ വേറൊരു വേദവാക്യവുമായി ഇതിനെ ഇണചേർക്കേണ്ടിയിരിക്കുന്നു. വേദവചനങ്ങൾ പഠിക്കുവാൻ ഒരു വചനത്തോട് ചേർക്കേണ്ട വേറെ വചനം എവിടെയെങ്കിലും കാണും. അത് രണ്ടും കൂടെ ഇണചേർത്ത് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം വ്യക്തമാകുന്നു എന്നുള്ള കാര്യം കർത്താവ് തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഇണ വിരിച്ചിട്ടിരിക്കുകയാണ്.
വായിക്കുന്നവരുടെ ചുമതലയാണ് അവയെ ഇണചേർത്ത് നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കുക, ഹൃദയത്തെ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്ന പാത്രമാക്കി മാറ്റുക എന്നുള്ള കാര്യം ഇതാ യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ അതിലെല്ലാത്തിനും ഇണയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ വചനങ്ങൾക്കും ഇണയുണ്ട്. അത് ഇണ പിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വായിക്കുന്നവരുടെ ചുമതലയാണ് അതിന്റെ ഇണ ഏതാന്ന് തപ്പി നടക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വാക്യങ്ങൾ പതിഞ്ഞാൽ ഉടനെ തന്നെ അത് ശ്രദ്ധിച്ചതിന് ശേഷം അതിന്റെ ഇണ ഏതാന്ന് തപ്പി പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവിന്റെ ഇണയോടെ നമുക്ക് തരും. അപ്പൊ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വായിച്ച വേദഭാഗം വീണ്ടും വായിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള ഭാഗം നമ്മൾ ഒരിക്കൽ കൂടെ വായിച്ചപ്പോഴാണ് എല്ലാവരും എല്ലാ നാളും ശിശുക്കളെ പോലെയായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ്. അപ്പൊ എല്ലാ നാളും എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവരാജ്യത്തിൽ എല്ലാവരെയും കാണുന്നില്ല. അത് കർത്താവിനും ഇല്ല സങ്കടമാണ്. എല്ലാവർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തക്കണം ശിശുക്കളെ പോലെ ആകാൻ ഒക്കുന്നില്ല. പോലെ ആകുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുമില്ല. അത് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ശിശു ആകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഇതെങ്ങനെ സാധിക്കുമെന്ന് തോന്നും. വീണ്ടും ജനിക്കണമെന്ന് നിക്കോദീമോസിനോട് പറഞ്ഞപ്പോൾ അന്നത്തെ വലിയ ഗുരു ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ദൈവരാജ്യം കാണുകയും ചെയ്യണമെങ്കിൽ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ജനിച്ച് ശിശുവിനെ പോലെയായി ദൈവരാജ്യത്തിൽ കയറാമെന്ന്. ഇത് ഏത് ഭാഗമാണ്? ഇവിടത്തെ കുറിച്ചാണ് പറയും. നമ്മുടെ ശരീരത്തിന്റെ കാര്യമല്ലത്, നമ്മുടെ ദേഹിയുടെ കാര്യമാണ്, പ്രാണന്റെ കാര്യമാണ്, ദേഹിയുടെ കാര്യമാണ്. അപ്പൊ നമ്മുടെ ദേഹിക്ക് വൃദ്ധതയിലെത്താനും യുവാവിനെ പോലെ ആകാനും ശിശുവിനെ പോലെ ആകാനൊക്കെയുള്ള സ്വാതന്ത്ര്യവും സാധ്യതകളും ഉണ്ട്. നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആസ്വദിക്കണമെങ്കിൽ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു വശം നമുക്കുണ്ട്. നിക്കോദീമോസ് വിചാരിച്ചത് ശരീരത്തിന്റെ കാര്യമാണ്. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് നിക്കോദീമോസ് ചോദിച്ചത് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടക്കാനൊക്കെ വന്ന്. അപ്പൊ പറഞ്ഞു, നിനക്കിത് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ച കർത്താവ് എങ്ങനെയാണ് ദേഹിയുടെ മണ്ഡലം ശിശുവിനെ പോലെയായി ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവരാജ്യം കാണുന്നെന്നുള്ള കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം വെള്ളം പോലെയും ഐസ് കട്ട പോലെയും ആവി പോലെയൊക്കെ ആകാൻ കഴിവുള്ളതാണ്. ഐസ് കട്ട പോലെ ഇരിക്കുന്ന, മഞ്ഞ് പോലെ ഇരിക്കുന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന് ഉയരാൻ സാധ്യമല്ല. അതിനെവിടെയെങ്കിലും കല്ലുപോലെ കിടക്കാനേ കഴിവുള്ളൂ. നമ്മുടെ ദേഹിയുടെ മണ്ഡലം വിശ്വാസമില്ലാതെ, സ്നേഹമില്ലാതെ, പ്രത്യാശയില്ലാതെ മരവിച്ച് തണുത്തുറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അതിന് മുകളിലേക്ക് വരാൻ സാധ്യമല്ല. എന്നാൽ ഐസ്കട്ട പോലെ ഇരിക്കുന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലം ചൂടാക്കുകയാണെങ്കിൽ അത് വെള്ളം പോലെയാകും. ആ വെള്ളത്തെ പിന്നെയും ചൂടാക്കുകയാണെങ്കിൽ അത് തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കുന്ന അവസ്ഥയിൽ ആവി ഉണ്ടാകാൻ തുടങ്ങും. ആവി ഉണ്ടായി കഴിയുമ്പോൾ ഐസ്കട്ട പോലെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു, വെള്ളം പോലെയായി, വെള്ളം തിളച്ചു. അതിൽ നിന്ന് ആവി പുറപ്പെട്ടപ്പോൾ അതിന് മുകളിലേക്ക് ഉയരാൻ കഴിവുണ്ടായി. അപ്പം ഒരു പാത്രത്തിൽ നിന്ന് ആവിയായിട്ട് ഉയരുന്ന ആ ആവിക്ക് മുകളിലേക്ക് പോകാൻ ഒരു പ്രയാസവുമില്ല. അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി ചെന്ന് അത് മേഘമാകാൻ സാധിക്കും. ആ മേഘത്തിന് മഴയാകാൻ സാധിക്കും. ഇപ്പം നമ്മൾ മഴ പെയ്യുന്നതിന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ മഴ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ മഴ താഴോട്ട് വരാൻ കാരണം എന്താ? ഈ ഭൂമിയിൽ നിന്ന് ആവിയായി പോയ ജലാംശങ്ങൾ മുകളിൽ പോയി മേഘമായി, ആ മേഘം താഴേക്ക് താണു വന്ന് മഴയായി രൂപാന്തരപ്പെട്ടിരിക്കുക. അപ്പൊ അനുഗ്രഹത്തിന്റെ മഴ പെയ്യണമെങ്കിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച് തിളച്ച് ആവിയായാൽ ഈ ആവി മുകളിൽ പോയി ആ ആവി മേഘമായി, മഞ്ഞായി, വെള്ളമായി മടങ്ങി വരും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായ ജീവൻ മുഴുവൻ ആവി പോലെ അങ്ങ് ചെല്ലണം.
ആവി പോലെ അങ്ങ് എന്നാൽ അത് അനുഗ്രഹമായി മടങ്ങി വരുമെന്നാണ്. എന്നാൽ ആവി പോലെ മുകളിലേക്ക് പോകേണ്ട ഈ വെള്ളത്തിന് നമ്മുടെ പാത്രത്തിൽ നിന്ന് തെറിച്ചു പോകാനോ കവണ് വീഴാനോ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. ആ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആരെങ്കിലും അത് എടുത്ത് കമത്തിക്കളയുകയാണെങ്കിൽ ആ വെള്ളത്തിന് ആവിയാകാനൊക്കാതെ അത് മണ്ണിലേക്ക് താന്നു പോകുന്നു, വേറെ എവിടെയെങ്കിലും ഒഴുകിപ്പോകുന്നു. അതിന് ആവിയാകാൻ സാധിക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് മാറിപ്പോകുന്നു. അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവസ്നേഹാഗ്നിയിൽ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അത് യേശുവിൻ്റെ ഉള്ളിൽ തന്നെ എത്തണം. അത് അനുഗ്രഹമായി മടങ്ങി വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആവി പോലെ ആകുന്നതാണ് ശിശുക്കളെ പോലെ ആകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് 110 സങ്കീർത്തനത്തിൽ ഒരു സൂചനയുണ്ട്. ഈ ആവി പോലെ ആകുക എന്ന് പറയുന്നത് ശിശുക്കളെ പോലെ ആകുന്നതാണെന്ന് പഠിക്കാൻ വേണ്ടി 110 സങ്കീർത്തനത്തിൽ ഒരു വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 110 സങ്കീർത്തനത്തിൽ 3 വാക്യത്തിൽ, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക, നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തിലൂടെ വിശ്വസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ 3 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നുവെന്ന് യഹോവയോട് പറയുകയാണ്. അപ്പൊ സ്വർഗത്തിലെ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് യുവാക്കളെ പോലെ ചെല്ലാൻ സാധിക്കും, ശിശുക്കളെ പോലെ ചെല്ലാൻ സാധിക്കും. എപ്പോഴാണ് യുവാക്കളെ പോലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ സാധിക്കുന്നത്? നമ്മളുടെ ദേഹിയുടെ മണ്ഡലം മഞ്ഞ് പോലെ ആവുകയാണെങ്കിൽ ആ മഞ്ഞ് പോലെയുള്ള നമ്മുടെ ദേഹിയുടെ മണ്ഡലം യുവാക്കളെ പോലെയാണ് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. അത് ശിശുക്കളെ പോലെ ആകണമെങ്കിൽ ആ മഞ്ഞ് കുറെ കൂടെ രൂപാന്തരപ്പെട്ട ആവിയാകാമെങ്കിൽ ശിശുക്കളെ പോലെ മുകളിലേക്ക് വരാമെന്ന് പറയുന്നു. മഞ്ഞിന് നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആവി കുറെ കൂടെ മുകളിലേക്ക് പോകും. ആവി തണുത്ത് കഴിയുമ്പോൾ മഞ്ഞ് പോലെ ആകും. ആ മഞ്ഞ് വീണ്ടും ചൂടാക്കിയാൽ അത് ആവി പോലെ ആവുകയും ചെയ്യും. അപ്പൊ യുവത്വമുള്ളതാണ് മഞ്ഞ്. ആ യുവത്വമുള്ളതായ മഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെങ്കിൽ അത് ആവി പോലെ ആകണമെന്ന് അതിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ദാവീദ് സങ്കീർത്തനക്കാരൻ ശത്രുക്കളെ പാദപീഠമാക്കുവോളം പിതാവിന് വളർത്തുമാതിരിക്കുന്ന യേശുവിന്റെ മാറിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ പാദപീഠമാക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ എത്തണമെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ആരാണ് ശത്രു? നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന്റെ കൂടെ കള വിതയ്ക്കുന്ന ആളിന്റെ പേരാണ് ശത്രു. വിതക്കാരന്റെ ഭൂമിയിൽ കള വിതയ്ക്കുന്ന പിശാചിനെ ശത്രുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന നല്ല വിത്ത് വിതച്ച് നല്ല ഫലം കൊയ്യേണ്ട ആ സാഹചര്യത്തിൽ നമ്മുടെ ഉറക്കത്തിൽ ശത്രു കള വിതച്ചിട്ട് പോകുന്നു. പിന്നെ അതിനെ കൊയ്ത്തോളം വളർത്തേണ്ട ഗതികേട് വരുന്നു. ആ ശത്രുവിനെ മുഴുവനും പാദവീണാക്കിയിട്ട് നമുക്ക് ആത്മഫലങ്ങൾ പൂർണ്ണമായി വിളയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അപ്പം മാലാഖ ശത്രുവായി പോയി. ആ മാലാഖ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. മനുഷ്യ ഹൃദയത്തെ തണുപ്പിച്ചു കളയുന്നു. ദൈവസ്നേഹ പ്രത്യാശ വിശ്വാസം ഇവ ഇല്ലാതാക്കി വയസ്സുകെട്ട പോലെ നമ്മളെ മുകളിലേക്ക് പൊങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിക്കുന്നതാണ് പിശാചിന്റെ പണി. ആ പിശാചിനെ ഓടിച്ചിട്ട് ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച് ആവി പോലെയായാൽ ശിശുക്കളെ പോലെയാകും, മഞ്ഞ് പോലെയാകാമെങ്കിൽ യുവാക്കളെ പോലെയാകാൻ സാധിക്കും. അപ്പൊ യുവാക്കളെ പോലെയും ശിശുക്കളെ പോലെയും ദൈവസന്നിധിയിൽ ചെന്നാൽ കർത്താവ് നമുക്ക് അനുഗ്രഹം തരുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയരാനുള്ള മുഖാന്തരങ്ങളാണ്. ശത്രുവായ പിശാച് കളകൾ വിതച്ച് നമ്മളെ കൊള്ളരുതാത്തവരാക്കി പാഴ്ഭൂമിയാക്കി മാറ്റിയിരിക്കുമ്പോൾ ആ ശത്രുവിനെ പാദപീഠമാക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് ഈ കളകൾ കൊയ്ത്തോളം വളരാനുള്ള വളമിട്ടിട്ട് കൊയ്ത്തോളം വളർന്നതായ കളകളെ മാലാഖമാരെ വിട്ട് ദൂതന്മാരെ വിട്ട് കൊയ്തു മാറ്റി ആത്മഫലങ്ങൾ വിളയിക്കുന്ന കൃഷിക്ക് വളമിട്ട് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും നാളത്തെ സഭാ ജീവിതത്തിൽ കൊയ്ത്തോളം വളരേണ്ട കളകളെ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? കുടുംബജീവിതമായാലും സഭാജീവിതമായാലും
ഉറക്കത്തിൽ പിശാച് കയറിയാൽ കള വിതയ്ക്കും. കള വിതച്ചാൽ പിന്നെ ഒരു ഫലവും കാണുകയില്ല. കുടുംബജീവിതത്തിൽ ഭാര്യ കളയായിട്ട് തീരാം, ഭർത്താവ് കളയായിട്ട് മാറാം, മക്കൾ കളയാകാം. ആർക്ക് വേണേലും ഫലം നഷ്ടപ്പെടുത്തുന്ന കളകളായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിലെ കളകളെ മാറ്റിയിട്ട് നമുക്ക് ദൈവ മക്കളായി വളരാനും സാധ്യതയുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന കൊയ്ത്തോളം വളരേണ്ട കളകളെ നമ്മൾ സഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സമയത്തിനു മുമ്പ് കളകൾ പറിക്കാൻ ശ്രമിച്ചാൽ വിളകളും കൂടെ പറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് കളകളെ സഹിക്കേണ്ടി വരും. അപ്പൊ ജീവിത പങ്കാളിയുടെ ബലഹീനത കൊയ്ത്തോളം വളരേണ്ട കളയായിട്ട് ദൈവം അനുവദിച്ചതാണെങ്കിൽ അതിനെ സഹിക്കാനുള്ള സഹനശക്തിയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ജീവിത പങ്കാളിയായിരിക്കുന്ന ഭർത്താവിന്റെ ബലഹീനത, മദ്യപാനമോ കോപമോ അസഹിഷ്ണുതയൊക്കെ കൊയ്ത്തോളം വളരേണ്ട കളയായിട്ട് പിശാച് നട്ടതാണെങ്കിൽ അതിനെ പറിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വിളയും കൂടെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് കർത്താവ് അതിനെ നിലനിർത്തിയിരിക്കായിരിക്കാം. അപ്പോൾ നമുക്ക് പറിച്ചു കളയാവുന്ന കളകളുണ്ട്, അവസാനം മാത്രം പറിക്കാവുന്ന കളകളുണ്ട്. രണ്ടരം കളകൾ ശത്രു ഭൂമിയിൽ വരുത്തിയിരിക്കുന്നു. ശൈശവത്തിൽ തന്നെ കളകൾ പിഴുതുമാറ്റി സൽസ്വഭാവത്തിൽ വളർത്താൻ എല്ലാവരെ കൊണ്ടും കഴിയുന്നില്ല എങ്കിൽ കൊയ്ത്തോളം വളർന്ന കളകളായി അനേക വർഷങ്ങൾ ചിലപ്പോൾ ചിലരെ നമ്മൾ സഹിക്കേണ്ടി വരും, വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദീർഘക്ഷമയുടെ നൽവരം ലഭിച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനതകളെയും കുറവുകളെയും നമുക്ക് സഹിക്കാൻ സാധിക്കും. ആ സഹനം കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ ഈ അനുഭവത്തിലേക്ക് നമ്മളെ വളർത്തും. ആ സഹനത്തിലൂടെ നമുക്ക് കർത്താവിന്റെ ഭവനമായി വളരാൻ സാധിക്കുമെന്ന് എബ്രായർ 3:6 റോമർ 5:4-5 വാക്യങ്ങളിലും എഴുതിയിരിക്കുന്നു. അങ്ങനെ ആത്മനിറവിൽ ആത്മഫലങ്ങൾ വിളയിക്കാനുള്ള കൃഷിക്കിടയിൽ ഒത്തിരി കളകളുടെ ശല്യം ഉണ്ടാകും. പിശാച് വിതച്ചത് കൊയ്ത്തോളം വളരാനായിട്ട് ദൈവം അനുവദിച്ചിട്ട് അത് കർത്താവ് തന്നെ കൃത്യസമയത്ത് മാറ്റിത്തരുമെന്നുള്ള പ്രത്യാശയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യാശയുടെ അനുഭവത്തിൽ നമുക്ക് വന്നിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ പ്രത്യാശ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ ഭവനമായി നമ്മളെ മാറ്റുമെന്നുള്ള ആ പ്രത്യാശയോടെ സഹിക്കുവാനും വഹിക്കുവാനും ഉയർപ്പിന്റെ അനുഭവത്തിൽ എത്തുവാനും ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ തിരിഞ്ഞ ശിശുക്കളെ പോലെയായി ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷവയിൽ ക്രിസ്തുവിനെ സേവിക്കുവാൻ നമുക്ക് ഇത്രയും നാളായിട്ടും കിട്ടിയ അവസരങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യാം. നമുക്ക് ഈ വചനം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് കേട്ടതായ വചനത്തിന്റെ വിശദീകരണങ്ങൾക്കായി മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16 വരെയുള്ള വേദഭാഗങ്ങളിലെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളിൽ ഉണ്ടാകുന്ന കുരിശ്, ശാപത്തോടുകൂടെയും അംഗവൈകല്യങ്ങളോടുകൂടെയും ബുദ്ധിമാന്യങ്ങളോടും കൂടി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന കുരിശുകൾ, ഇങ്ങനെയുള്ള ഭാര്യയെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും യേശുവിന്റെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിച്ചാൽ കർത്താവ് അവരെല്ലാം മാറോടണച്ച് കൈവച്ച് അനുഗ്രഹിച്ച് അവരെ പ്രയോജനമുള്ളവരാക്കുന്ന ആ രക്ഷണ്യ വേലയെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പിറുപിറുക്കാതെ, പരിഭവിക്കാതെ, നിരാശപ്പെടാതെ, ഐസുകട്ട പോലെ ഉറഞ്ഞു പോകാതെ, സ്നേഹം തണുത്തു പോകാതെ ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു എന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അനുതാപത്തോടെ, കണ്ണുനീരോടെ, ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച് തിളച്ച് ആവിയായി ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലത്തെ സ്വർഗത്തിലെത്തിച്ചാൽ ശിശുവിനെ പോലെ ദൈവസേനയിൽ ചെല്ലുന്ന ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലം യുവാവിനെ പോലെയായി യുവാവായ കർത്താവിനോടൊത്ത് മണവരയിൽ ആനന്ദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പ്രത്യാശ എന്നുള്ളത് ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾക്ക് ശിശുക്കളെ പോലെയും യുവാക്കളെ പോലെയും യുവതികളെ പോലെയും നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ നീ ഒരുക്കുന്ന കൃപായുഗത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഇതിനുമ്പാ വയ്ക്കുന്നു. ഞങ്ങൾക്ക് മനുഷ്യർക്ക് കൊള്ളാവുന്നവരായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായ ആത്മഫലങ്ങൾ വിളയിക്കുവാൻ ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലത്തിലെ ഹൃദയത്തിലെ വയൽപ്രദേശത്ത് ഒത്തിരി മുള്ളുകളും പാറകളും പെരുവഴികളും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അവയെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ വേലി കെട്ടി കിളച്ച് പാകപ്പെടുത്തിയ നല്ല വിളനിലം പോലെയായി ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വിതച്ചത് ആത്മഫലമായി മാറി ഞങ്ങൾ അറിഞ്ഞും അറിയാതെ ഞങ്ങൾ വന്നിരിക്കുന്ന കളകൾ യഥാസമയത്ത് ഞങ്ങൾ ദൂരീകരിച്ച്
അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവർക്ക് കിട്ടുന്നതായ ആ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാ ആത്മഫലങ്ങൾ കൊയ്തെടുത്ത് ജന്മസാഫല്യങ്ങളെയോ അന്യങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റവനായിട്ട് തന്നെ ആമേൻ.